So today, randomly, I checked some of my lipstick collections and they just got wondered. And I just want to share with you guys. Yes. മുൻപൊക്കെ നമ്മൾ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് നമ്മളെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പുകാർക്ക് അത് റിലേറ്റ് ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു കാലത്ത് മേക്കപ്പ് ഇടാനും ലിപ്സ്റ്റിക് ഇടാനൊന്നും താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഉള്ളിൽ തന്നെയായിരുന്നു ഞാനും. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഒരു കാലത്തെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും റെക്കമെൻഡ് ചെയ്തു, യു ഷുഡ് ഹാവ് ടു ഡു മേക്കപ്പ്, ലിപ്സ്റ്റിക് ഇടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം. സോ ഐ വാസ് ഫോഴ്സ്ഡ് ടു ഡു ഓൾ ദി സ്റ്റഫ്സ്. ആൻഡ് പീപ്പിൾ മേ സേ ദാറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആൻഡ് വഗേര വഗേര തിങ്സ്. അപ്പോൾ നമ്മൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും എവിടേക്ക് പോയാലും നമ്മളൊന്ന് അണിഞ്ഞൊരുങ്ങി ഭംഗിയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഫൈൻ. എൻ്റെ ഫ്രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, പിന്നെ അവളുടെയൊക്കെ എല്ലാവരുടെ റെക്കമെൻഡേഷനും കൂടെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഐ സ്റ്റാർട്ടഡ് മൈ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഈ മോയ്സ്ചറൈസറും പിന്നെന്താ ഈ സൺസ്ക്രീനൊക്കെ ഇടുന്ന മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ലിപ്സ്റ്റിക് ഇട്ടാൽ അതൊരു ചതി ഉണ്ടെന്ന്. ലിപ്സ്റ്റിക്കിലെ ചതി വേറൊന്നുമല്ല, അഡിക്ഷൻ. യാ, ലിപ്സ്റ്റിക് ഇട്ടാൽ നമുക്കൊരു അഡിക്ഷൻ ആവും. പിന്നെ ലിപ്സ്റ്റിക് ഇല്ലാതെ നമുക്ക് പുറത്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ എന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടിട്ട് എൻ്റെ ചുണ്ട് ഡാർക്കറായി തുടങ്ങി. അപ്പോൾ പിന്നെ ആയുർവേദത്തേക്കൊന്നും മാറിയാലെന്ന് വിചാരിച്ചു. പിന്നെ ആയുർവേദ ലിപ്സ്റ്റിക്സ് ഡെയിലി യൂസേജിന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഐ കം ടു ബൈ സം ഓഫ് ആയുർവേദിക് ലിപ്സ്റ്റിക്സ് ഔട്ട് ദർ. അങ്ങനെ ഒരുപാട് റിവ്യൂവും കാര്യങ്ങൾക്ക് ഒടുവിൽ ഞാനൊരു ജസ്റ്റ് ഹബ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കണ്ടുപിടിച്ചു. അതിനകത്ത് ഞാൻ ഓർഡർ ചെയ്തു ആയുർവേദ ലിപ്സ്റ്റിക്സ് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ. ഐ വിൽ ഷോ ഇറ്റ് ടു യു ഗൈസ്. അതാണ് തപ്പിപ്പിടിച്ചെന്ന് കണ്ടപ്പോൾ കിട്ടിയത് കേട്ടോ. കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ കഴിഞ്ഞു. ഇതിനകത്ത് ഒരു 16 ഷെയ്ഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരും. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും ആമസോണിലൊക്കെ കണ്ട് ഞാൻ വാങ്ങിയതാണിത്. പക്ഷെ ഇത് കിട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഡെയിലി യൂസേജിന് ഓൾവേസ് ഗോ ഫോർ ആൻ ആയുർവേദ ലിപ്സ്റ്റിക്സ് ദാറ്റ് മേ പ്രൊട്ടക്ട് യുവർ ലിപ്സ് ഫ്രം ഗെറ്റിംഗ് ഡാർക്കർ. എനിക്ക് അങ്ങനെ തോന്നി. കാരണം മറ്റ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തപ്പോൾ എൻ്റെ ചുണ്ട് ഭയങ്കര ഡാർക്കറായിട്ട് വന്നിരുന്നു. സോ പക്ഷെ ഇത് ഡെയിലി യൂസേജ് ചെയ്യുമ്പോൾ അത്ര ഡാർക്കറായിട്ട് വരുന്നില്ല. സോ ഐ ഫൗണ്ട് ഇറ്റ് പോസിറ്റീവ് സൈൻ ടു യൂസ് ഡെയിലി. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലിപ്സ്റ്റിക്ക് വേണം എന്ന് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഹബ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി. ആൻഡ് ദെൻ ഞാൻ ഈ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് കോമൻറ്റ് ബിലോ. സോ ഐ വിൽ റീഡയറക്ട് യു ടു ദാറ്റ് വെബ്സൈറ്റ്. ഇത്രയും പറയുന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻസ് കൂടി കാണിച്ചു തരാം. അതായത് ആയുർവേദിക് അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന വല്ല ഫങ്ഷൻസ് ഒക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ്. അതിൽ ഏറ്റവും മേജർ പങ്ക് വഹിക്കുന്നത് ഇവന്മാർക്കാണ്. ഇത് മെയ്ബിലിൻ്റെ സൂപ്പർ സ്റ്റേ ടെഡി ടിൻറ്റ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്സ് ആണ് രണ്ടെണ്ണം. ഇത് ആണ് ഏറ്റവും ജീവിതത്തിൽ നമുക്ക് ഡാർക്കർ ഷെയ്ഡ് തരുന്നത്. അതായത് നമ്മുടെ ലിപ്പ് ഡാർക്കർ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒന്നുമല്ല, ഇത് യൂസ് ചെയ്ത പിന്നെ എൻ്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡാർക്കർ ആയിരുന്നു ഗൈസ്. പിന്നെ അതിന് ഞാൻ ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് ഞാൻ സെബാമഡിലെ മറ്റേ എന്താ പറയുക, സെബാമഡിൻ്റെ ഈ SPF 30 ഉള്ള ലിപ് ബാം വാങ്ങേണ്ട വന്നു. ഇത് പക്ഷെ നല്ലതാട്ടോ ഡെയിലി യൂസ്. ഞാൻ ഇപ്പോൾ 1 ഇയർ ആയി ഏകദേശം യൂസ് ചെയ്യുന്നത്. പക്ഷേ വെരി ഗുഡ്. നമ്മുടെ ലിപ്പിൻ്റെ കളർ ഒന്ന് വീണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കും ഈ സെബാമെഡിൻ്റെ ഈ ലിപ് ബാം. മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും. ആൻഡ് ദെൻ അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് സെൻസേഷണൽ മേബിലൈൻ്റെ തന്നെ ഒരു ഷെയ്ഡ് ലിക്വിഡ് മാറ്റാണ്. സെൻസേഷൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതും കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കെ ബ്യൂട്ടിയുടെ. കെ ബ്യൂട്ടി എനിക്ക് തോന്നുന്നത് കത്രീന കൈഫിൻ്റെയും കണ്ട് ബ്രാൻഡാന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ദിസ് ഇസ് വെരി ഗുഡ്. അതായത് ഒരു പ്രീമിയം മോഡലിലാണ് ഈ ലിപ്സ്റ്റിക്ക് വരുന്നത്. നല്ല ഷെയ്ഡാണ്. പിന്നെ അങ്ങനെ വലിയ ഡാർക്കറായി തോന്നിയില്ല എനിക്ക്. അതായത് എൻ്റെ ലിപ്പ് അധികം ഡാർക്കർ ആക്കുന്ന പോലെ തോന്നിയില്ല. ഞാനിത് 1 വീക്കൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് പോയിട്ടും എനിക്ക് അങ്ങനെ ലിപ്പ് ഡാർക്കറാവുന്ന പോലെ തോന്നിയില്ല. പക്ഷെ ഇവന്മാരെ ശ്രദ്ധിക്കണം, ഇവന്മാർ നന്നായിട്ട് ഡാർക്കർ ആക്കുന്നുണ്ടായിരുന്നു. സോ ദെൻ ഇങ്ങനെ ഫോക്സ് സ്റ്റൈലിൻ്റെ ഒരു ലിപ് ബാമും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കേ യൂസ് ചെയ്യാറുള്ളൂ. കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ സെബാമെഡിൻ്റെ ലിപ് ബാമാണ്. So these are all about my lipstick collections. Thank you and watch, subscribe or follow for more videos. Bye.